ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. എനിക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ പാട്ടാണെന്ന് തോന്നണം. എന്നാൽ ആര് ചിരിയിലായിരിക്കും ഞാൻ അലിഞ്ഞത്? എന്റെ കെട്ടിയവന്റെയാണ്. അത് അലിയണ ചിരിയല്ലല്ല, അളിഞ്ഞ ചിരിയല്ലേ. അളിഞ്ഞതെന്ന് പറഞ്ഞു തീർന്നില്ല. ദാ വന്ന് അളിഞ്ഞ വള്ളം വിളിച്ചില്ലേ. സന്ദരി, എവിടെ? ഞാൻ ആറ്റില് കുളിക്കാൻ പോയതാ? അല്ല, ഒരുത്തനെ കൊല്ലാൻ വേണ്ടി വന്നത്. ആറ്റില് എന്തിനാണ് പറഞ്ഞതെന്ന് അറിയാല്ല, പിന്നെ എന്തിനാ കുത്തി കുത്തി ചോദിക്കണ? എന്നാലും നിനക്ക് നമ്മളെയും കൂടെ വിളിക്കായിരുന്നു. ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്ത കാര്യം നിനക്കും അറിയാല്ല. അയ്യോ, മനഃപൂർവ്വം വിളിക്കാത്ത തന്നെ. കഴിഞ്ഞ തിങ്കളാഴ്ച എന്തിനായിരുന്നു? ഒരുത്തൻ മുങ്ങണ്, ഒരുത്തൻ പൊങ്ങണ്. അവസാനം നിങ്ങൾ എന്നെ ജയിലിൽ കയറ്റാൻ നോക്കിയില്ലേ? അത് ഞാൻ ടെൻഷനില് പറഞ്ഞു പോയതല്ലേടി. ആ ടെൻഷൻ എനിക്കുള്ളത് കൊണ്ടാണ് വിളിക്കാത്തത്. എന്തരടി കുന്തരടി, നിങ്ങളുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും വിടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്റെ മനസ്സ് പറയണ നിങ്ങളെ കൊണ്ട് അവസാനമായിട്ട് എന്തോ ആവശ്യം എനിക്കുണ്ടെന്ന്. നിന്റെ കയ്യിൽ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ നമ്മളെ മോതിരം കമ്പനിയൊക്കെ പണയം വെക്കാല്ലേ നമ്മളെ വിളിക്കണത്, അല്ലാതെ വേറെ എന്തിനും നീ വിളിക്കണം നമ്മളെ? അപ്പൊ അറിയാല്ലേ, പിന്നെ ഫോൺ വെക്കി. ഒന്നാമത് ഇവിടെ ചൂട്, അതിന്റെ കൂടെ എന്നെ ചൂട് പിടിപ്പിക്കല്ലേ. അവളെ അഹങ്കാരം കണ്ടില്ലേ ദൈവമേ. അവക്ക് ഒരു അടി കൊടുക്കണേ, ചെറുതായിട്ട്. ആ 6 എങ്ങനെ ഉണ്ടായിരുന്നു? അത് നീ ഇപ്പൊ ബോൾ ബാറ്റ് കൊള്ളിപ്പിച്ച്. എന്റെ അല്ല, എതിർ ടീമിൽ ഒരുത്തന്റെ ഹെലികോപ്റ്റർ ഷോട്ടെ. ഞാൻ എന്തായാലും ക്രിക്കറ്റിന് വിരമിക്കാൻ പോണം. നാളെ തൊട്ടേ പയ്യന്മാര് കണ്ടത്തിൽ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. കാല് തല്ലി ഓടിക്കാനായിരിക്കും. ഓടിക്കാനാണെങ്കിലും ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറക്കുമല്ല, അല്ലാതെ ഇവിടത്തെ പോലെ ബോൾ പറക്കലാക്കൂലല്ല. നിന്നെ എന്തിനാണ് അവരെ ഗ്രൗണ്ടിൽ ഇറക്കണത്? ഫുട്ബോളിൽ 2 പോസ്റ്റ് വേണം, അതിലൊരു പോസ്റ്റാണ് നീ. അവന്മാർക്ക് മറ്റൊരു പോസ്റ്റിനെ കണ്ടെത്തിയാൽ മതി. നമുക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതിന് സ്പോർട്സിൽ പുഷ്ടിക്കാത്തത്. അല്ലെങ്കിൽ അങ്ങ് പൊളുത്തിയേനെ. ഈടാ ഇന്നേ ഒരു ഓവറിൽ 6 സിക്സ് അടിച്ച ആ ചെറുക്കനെ കണ്ട. 5ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കണത്. ഇവനൊക്കെ പഠിക്കാൻ പൊയ്ക്കൂടെ, വെറുതെ ക്രിക്കറ്റും കളിച്ച് കിടക്കണം മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട്. നമ്മളെ ഗ്രൗണ്ടിൽ ബൗണ്ടറി കുറച്ചുകൂടെ ചെറുതാക്കാവുണ്ട്. നമ്മൾ പറഞ്ഞ് ബൗണ്ടറി ചെറുതാക്കി ഇപ്പൊ അവിടെ കബഡി കളിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. നമുക്ക് കബഡിയിൽ ഇറങ്ങിയല്ല. കബഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും, അവന്മാർ കാലവരെ നിലത്തടിക്കും. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ച. ഇവിടെ പയ്യന്മാരെ കളിക്കാൻ വിളിച്ചത് നമ്മളാണ്. ഇപ്പൊ കളിച്ച് അവന്മാര് മൊത്തം കളിക്കണം, നമ്മളെ കളിപ്പിക്കല്ല. നമുക്ക് അന്തസ്സായി പറഞ്ഞുകൂടെടാ, ഈ കളിക്കണ പിള്ളേരെല്ലാം നമ്മളാണ് വാർത്തെടുത്തേന്ന്. പഠിക്കണ പിള്ളേരെ കളിക്കാൻ വിളിച്ചെന്നും പറഞ്ഞേ അവന്മാരെ വീട്ടുകാരെ പിടിച്ച് നമ്മളെ വറുത്തെടുക്കും. ഇന്നിപ്പം തോറ്റതാ തോറ്റ്. 5 കളിയാണ് തോറ്റത്. നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും? നാളെ നമ്മൾ താമസിച്ചിറങ്ങും. അപ്പോഴാ കളിയുടെ എണ്ണവും കുറയും, തോൽവിയുടെ എണ്ണവും കുറയും. നിന്റെ ബുദ്ധി കഴിപ്പണം കെട്ടവൻ. നിന്റെ തലേ എനിക്ക് 2 ദിവസം വാടകയ്ക്ക് തരുമോ? പശുവിനോട് പിണ്ണാക്ക് കയറുന്നു. ഇതാര് ചന്ദ്രിയാമിയല്ലേ? മാമി ഇതെങ്ങോട്ട് ചാക്കൊക്കെ തൂക്കി? കൊലമക്കളെ, ഓ റോബസ്റ്റ കപ്പയാ. സ്വന്തം പറമ്പീന്ന് തന്നെ. അല്ല, മാമിയോട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ പണയിൽ കൊലച്ച എത്ര കിലോ കാണും? ഒരു 10-80 കിലോ ഒക്കെ കാണും. അത്രയ്ക്ക് വലുതാ? വളായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം, അപ്പൊ അത്രയും കാണും. നമ്മൾ സഹായിക്കണോ? വീട്ടിൽ കൊണ്ട് വെച്ചേരാ. വേണ്ട, ഞാൻ കൊണ്ട് വെച്ചോളാം. പേടിക്കണ്ട, പടലിന്ന് നമ്മൾ മുക്കൂല. അതെനിക്ക് അറിഞ്ഞൂടേടാ. ചില മക്കളെ എനിക്ക് ഭയങ്കര വിശ്വാസമല്ലേ. ഊതിയതാണ്, നമുക്ക് തിരിച്ചൂതാം. മാമി ഇപ്പൊ വീട്ടിലോട്ടൊന്നും കാണാനില്ലല്ലേ? കണ്ടിട്ടിപ്പ എന്തിനാണ്? അല്ല, വരണോന്നില്ല. അവിടെ ഇപ്പൊ മോഷണക്കുറവും സമാധാനവും ഉണ്ട് നമുക്ക്. എനിക്ക് നിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ സമയമില്ല. എനിക്ക് ഈ കൊല കൊണ്ടുപോയി കളയാനുള്ളേന്ന്, അല്ല വിൽക്കാനുള്ളേന്ന്. ആ കൊലക്കെന്തരാ വൃത്തികെട്ട ഒരു ഷേപ്പ്. ചന്ദ്രിമാമിയുടെ കൊലയല്ലേ, അങ്ങനെ കാണും. ഹലോ ജിത്തു, മറ്റന്നാളൊരു ടൂർണമെന്റ് വരുമോ നിങ്ങൾ രണ്ടുപേരും? ഫസ്റ്റ് ബാറ്റിംഗ് ബോളിംഗ് തന്നാ നമ്മൾ വരാം. ഹലോ ആരാ വിളിച്ച? ടൂർണമെന്റിന് ബോൾ ഉറക്കാൻ വിളിച്ചത്. 20 ഉലുവേ എന്തോന്നറിയാ ഇത്? ചേട്ടാ ഉലുവല്ല ചേട്ടാ, 20 രൂപ. 4 കെട്ട് ന്യൂസ് പേപ്പർ ഞാൻ അങ്ങോട്ട് നിനക്ക് തന്നപ്പോ നീ എനിക്ക് ഇങ്ങോട്ട് തന്നത് 20 രൂപയാ. ഇതെവിടുത്തെ ഞാൻ സ്ക്രാപ്പ് മണിയാ? ഈ പൈസക്ക് ഒരു നാരങ്ങ മിഠായി പോലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂലല്ല. ഉങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാം നാരങ്ങ മിഠായി. മണിയായത് മറ്റേ അടുത്ത പരിപാടിയായി പോയി. 50 രൂപ കൊടുങ്കോ. അതൊക്കെ വായ്പയില്ല ചേട്ടാ. വായ്പായിട്ട് നീ ഇങ്ങോട്ട് തരണ്ട, രൊക്കം പൈസ തന്നാ മതി. എണ്ണ ചേട്ടാ, ഇത് നമ്മുടെ വാഴക്കയുടെ പ്രശ്നേ. നിന്റെ വാഴയുടെ കയ്യാ കാല അതൊന്നും ഈ രഘുവിന് പ്രശ്നമേ ഇല്ലേ. കൂട്ടി കൊടുങ്കോ. ചേട്ടാ என் பேர்ல தான் மணிமாமன் இருக்கு, ஆனா நான் மாமா பண்ணி செய்ய மாட்டேன். அந்த கூட்டி கொடுப்பில்ல மணி துட்டு தாங்கோ. ஓ அப்படியா? டா துட்டு 1 രൂപയാ? ஆமா,
ടോട്ടൽ 21 റുപ്പീസ്. ഹാപ്പിയാ? ஹாப்பில காப்பி சரி அது விடுக்கோ என்கிட்ட ஒரு ஃப்ரிட்ஜ் இருக்கு எத்தனை கிடைக்கும் സിംഗിൾ ഡോർ ഡബിൾ ഡോറാ? டபுள் டோர் സിംഗിൾ ഡോർക്ക് 25, ഡബിൾ ഡോർക്ക് 25. മൊത്തം സെറ്റ് 50 റുപ്പീസ്. டேய் மணியா வர்க்காத ஃப்ரிட்ஜுக்கு 50 ரூபாயா ஆ பைசைக்கு நான் ஒரு கப்பி வளர்த்தி காட்டுறேன் உனக்கு கிட்ட அப்படி நான் கப்பி வளர்த்தி காட்டுங்க சேட்டா. இங்க இருந்து ஃப்ரிட்ஜ் பிக்கப் பண்ணிட்டு வேர் ஹவுஸுக்கு செல் பண்ணும்போது எனக்கு கிடைக்கிறது 5000 ரூபாய். அதுல நான் உனக்கு 50 ரூபாய் தரேன். டேய் மணியா இந்த ஊருக்கு உடாய்ப்பு தான் நான் தெரியும். എന്നെക്കാളും വലിയ ഉടായ്പാവാ നീ നോക്കണ്ട ജീവിച്ചു പോണ്ടേ ചേട്ടാ. മലയാളിയാടാ അല്ല തമിഴൻ, പിഴച്ചു പോക വേണ്ടാമാ. ഇങ്ങനെയാണെങ്കിൽ നീ പഴച്ചു തന്നെ പോ ഡേയ് മയിലെണ്ണ മൂഞ്ചിയെ മാറ്റിങ്കോ ചന്ദ്രി എന്തൊരു ചാക്കില് ആക്രിയാ അക്ക அந்த ചാക്ക് പാത്തിട്ട് 10 രൂപ കിടക്കും തോന്നുന്നത്. ഞാൻ உங்களுக்கு 10 രൂപ തരേ. அந்த ആക്രിയെ താങ്കോ. ഒരു താങ് വെച്ചോണ്ടല്ലേ ആക്രിയൊന്നുമല്ല, കൊല കൊല. என் மாமா சுந்தர பாண்டி கொயிலாண்டியில ஒரு கொலைக்கடை வச்சிருக்கேன். அந்த கொலை பார்த்துட்டு 10 രൂപ கிடைக்கும்னு நினைக்கிறேன். நான் உங்களுக்கு 10 രൂപ തരേ. அந்த കൊല താങ്കോ. എവന്റെ കൊല ഞാൻ മിക്കവാറും അരിയും പോടാ അവിടെ നിന്ന്. മാർക്കറ്റിൽ കൊടുത്താലേ 10-600 രൂപ കിട്ടും എനിക്ക്. അത് തന്നെ ചന്ദ്രി നല്ലത്. ഈ നാറികൾക്കൊന്നും കൊടുക്കരുത്. പിന്നെ അതിനൊരു പഴം കഴിക്കാൻ തരുമോ? ഇവരുടെ സംസാരിച്ച് രാവിലെ കഴിച്ചതെല്ലാം ദഹിച്ചു പോയി. വിശക്കണം. രഘുചേട്ടാ, ഇത് പച്ചക്കായാണ്, പഴുത്തില്ല. பச்சக்காவா? ஏன் சாவித்திரி அக்கா சைதாப்பேட்டையில பஜ்ஜி கடை வச்சிருக்கேன். அந்த கொலை பார்த்துட்டு 10 രൂപ கிடைக்கும்னு நினைக்கிறேன். நான் உங்களுக்கு 10 രൂപ தரேன். அந்த கொலை தாங்கோ. டேய் மணியா உங்ககிட்ட ஏதாவது இரும்பு தண்டா എന്താ இருக்கா? இருக்கு. കൊടുങ്കോ. எதுக்கு? നിന്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്കാൻ. മാറിപ്പോടാ അങ്ങോട്ട്. കൊലയൊക്കെ വിറ്റ് കുറെ ഉണ്ടാക്കാനില്ലേ നീ? എന്റെ ജീവിതം തന്നെ ഈ കൊലയിലാണ്. ഒരു കാര്യം ചെയ്യാം, നീ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോണ എന്തിന്? നമ്മുടെ വീട്ടിൽ കാർ അടക്കിയല്ലേ, ഞാൻ കാർ എടുത്തോണ്ട് വരാം. സൗകര്യമാവും നിനക്ക്. ആ ബുദ്ധി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊണ്ടാക്കിട്ടെ എന്റെ അടുത്ത് പെട്രോൾ കാശും ഡ്രൈവർ കാശും ചോദിക്കാനല്ലേ. ചന്ദ്രി, നീ എന്റെ വൈഫിന്റെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് നീ എനിക്ക് ഈ കൊല വിറ്റിയുടെ പൈസയെന്ന് പകുതി തന്നാ മതി. കൂടുതലൊന്നും ഞാൻ ചോദിക്കല്ലേ. ഒന്ന് പോരെ ചേട്ടാ അങ്ങോട്ട്. ചന്ദ്രി, ഒരു 20% തന്നാടി. രഘുചേട്ടാ, എനിക്ക് വെയിലിന് മുമ്പേ ഈ കൊല കൊണ്ട് കളയാനുള്ളതാണ്. കളയാനാ? അല്ല, വിൽക്കാനേ. കണ്ടിട്ട് കപ്പയാണെന്ന് തോന്നണേ. കപ്പയല്ല, തുളുമാട്ട. മനസ്സിലാക്കോ? തുളുമാത്ത കഥകള്. തുളുമാത്ത ഉഗ്രം കൊല തന്നെ തോന്നുന്നു. നീ എന്തിണ്ടാ മോളിൽ നിക്കണ മാങ്ങ പറിക്കാൻ പറഞ്ഞത്? താഴെ കയ്യെത്തും ദൂരത്ത് മാങ്ങ നിക്കയല്ലേ? എടാ, മുകളിലത്തെ മാങ്ങ പറിച്ച അമ്മ അറിയൂല, താഴത്തെ പറിച്ച അമ്മ അറിയും, നമ്മളെ വെട്ടും. നിന്നെ കാണുന്ന പോലെ അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. പെട്ടെന്ന് പറയ്. ഞാൻ പഴുക്കാൻ നിർത്തിയ മാങ്ങാലേടാ. പഴുക്കാൻ നിർത്തിയാലേ മാങ്ങ കുരങ്ങന്മാര് കൊണ്ടുപോകും. ഇപ്പോഴതല്ലേ സംഭവിക്ക. വെറുതെ എന്തിനമ്മ ഈ മാങ്ങ എങ്ങനെ നിർത്തിക്കണ? പകരം ഇതിന് 2 മാങ്ങ പറിച്ച് അതിന് 2ആയിട്ട് പൊളന്ന് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് എണ്ണയും കൂടെ ഇട്ട് ഒരു പാത്രത്തിലാക്കി 2 കുലി കുടിച്ച് പിടിപ്പിച്ചാലേ എന്ത് ടേസ്റ്റ് എന്നറിയാമോ? പറഞ്ഞപ്പോ തന്നെ വായിൽ വെള്ളം വരണം. കഴിച്ചഴിയുമ്പോഴേ മൂട്ടിന്നും പോ. പത്രം കൊടുത്തിട്ട് വല്ലതും കിട്ടിയാ? 21 ഉലുവ കിട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, പത്രം ആക്രിക്കാരന് കൊടുക്കണ്ട, മീൻ കൊണ്ടുവരുന്ന ലാസ്റ്റിന് കൊടുത്താൽ മതിയെന്ന്. അവര് കൊടുത്തിരുന്നെങ്കിൽ ഒരു സെറ്റ് പത്രത്തിന് 1 കെട്ട് മീൻ കിട്ടിയേനെ. കെട്ട മീൻ കിട്ടിയേനെ. നിങ്ങൾ ഇവിടെ പത്രവും വിറ്റി അടക്കി, അവിടെ ചന്ദ്രിമാമി വാഴക്കൊല ബിസിനസ് തുടങ്ങി. യാത് ചന്ദ്രിമാമി? നിങ്ങൾക്ക് എത്ര ചന്ദ്രിമാമി അറിയാം? അവളാ തന്നടി. ഞാൻ നോക്കിയപ്പോഴേ ചാക്കിൽ കൊലയായിട്ട് കൊണ്ടുപോകണു. മാർക്കറ്റിൽ ആക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ ചാട ഭയങ്കര. വാഴ പോയിട്ട് ഒരു 10 മണി പോലും സ്വന്തമായിട്ട് നടാത്ത അവളെങ്ങനെ വാഴ കൊലപ്പിച്ചെടുത്തും? നാട്ടുകാരെ പറമ്പ് ഇഷ്ടം പോലെ കിടക്കയല്ലേ. ഹേ, മാമിയുടെ സ്വന്തം പറമ്പീന്ന്. വേണ്ട പോണ്. എവളിതുവരെ വിറ്റില്ലേ? മാരണങ്ങൾ എവിടെ പോയാലും ഉണ്ടല്ലേ. എന്തരി നീ എപ്പത്തോട് തുടങ്ങി കൊല ബിസിനസ്? അധ്വാനിച്ച് ജീവിക്കുന്നവരൊക്കെ അങ്ങനെയാണ്. സ്വന്തമായിട്ട് പറമ്പില്ലാതെ നീ എവിടെ കൊണ്ടുപോയി വാഴ നട്ട്? അത് നിങ്ങൾ കണ്ണൂടൂന്ന് വിചാരിച്ചേ ഞാൻ എന്റെ റൂമിൽ നട്ട് വളർത്തിയത്. റൂമിൽ വാഴ വെച്ച കൊലക്ക് വെച്ചാ? ഞാൻ നട്ടതെന്തായാലും കൊലച്ചില്ല. നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം. കൊറേ ഇട്ട് കൊടുത്ത് വളം വേസ്റ്റ് തന്നെ മെച്ചം. വെട്ടിക്കളയണം അതിനെ. സമയവും സന്ദർഭം ഒത്തു വരട്ടാ. ചന്ദ്രേ, നീ എന്നാലും എന്ന് തൊട്ട് തുടങ്ങിയടി എന്നെ കൂട്ടാത്ത ഈ പരിപാടി? നിങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാലേ കൂടൂലേ ചേച്ചി? കൊറേ നേരം കൊണ്ട് അങ്ങോട്ടും കൂടെ നടക്കുകയല്ലേ, ഇതുവരെ വിറ്റില്ലേ? വിചാരിച്ച വില അങ്ങോട്ട് കിട്ടണില്ല.
ആൾക്കാരെങ്ങനെ വാങ്ങിക്കും നിന്റെ മുഖം കണ്ട? വല്ല കർച്ചീഫും പൊത്തി വെച്ചിട്ട് കൊടുത്തു നോക്ക്. നീ ഇതെങ്ങോട്ട്? കൊല വയ്ക്കാൻ കടയിലോട്ട്. ഇനി കടയൊന്നും കാണൂല, എല്ലാം അടച്ചാണ്. ഒരു കാര്യം ചെയ്യാം, കൊലേ എന്റെ വീട്ടിൽ പോയി നാളെ ഞാൻ വിറ്റ് പൈസ അങ്ങെത്തിക്കാം. വേണ്ട 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 ചന്ദ്രി, നിന്റെ കൊല എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ കൊലയില്ലേ? ആ അത് എന്നെ പ്രശ്നം. കൊല വിറ്റിട്ടുന്ന പൈസ നിങ്ങളെ പൈസ ആവും. പിന്നെ ആവണ്ടേ? നിങ്ങൾ കൊല എടുത്താണ്. ഒടുക്കത്തെ വെയിറ്റ് വെറുതെ തരാത്ത കള്ളി. ചേച്ചി പഴം തുറന്നൊന്നും നോക്കല്ലേ, ഞാൻ നാളെ ഇങ്ങ് വരും. നീ നാളെ വാ. എന്തൊരു വെയിറ്റ് കൂടിയാ, നമുക്ക് ഒരുമിച്ചോണ്ട് വിൽക്കാം. ഈ അമ്മയ്ക്ക് വേറെ പണിയില്ലേ? ചുമ്മാ തീരടാ, കൂട്ടുകാരികളാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. വള്ളിക്കേസാകുമ്പോ നിന്റെ അമ്മ എന്നെ തിരിച്ചെടുത്ത് കൊടുത്തോളൂ. അജ്ഞാത മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇത് ചെയ്തവനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ അച്ഛാ? ചെയ്തവൻ എന്നെ പോലെ ബുദ്ധിമാനാണെങ്കിൽ അവനെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. കാര്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പം ഇട മൃതദേഹം ചാക്കിൽ കെട്ടി വെച്ചിട്ട് കാര്യമില്ല. അത് ഇവിടെ കൊണ്ട് കളയണം, വല്ല പൊട്ടക്കിണറ്റില ആറ്റില. ഇതൊക്കെ നമ്മളെ കയ്യിൽ കിട്ടണമായിരുന്നു. ഉയര് ചെവിയേറിയത് കാര്യം നടത്തിയിരുന്നു നമ്മളെ മുങ്ങിയനെ. പോലീസ് അപ്പൊ തൂക്കിന്ന് ചോദിച്ചാ മതി. പാത്രം എല്ലാം കഴി വെച്ച് തീർന്നു. തോന്നിയതായിരിക്കും. ആരാത്? ചേച്ചി ഞാൻ തന്നെ, ചന്ദ്രി. നീയാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നീ എന്തിനാ ഈ സമയത്ത് എന്റെ കൊല എന്തിനായെന്നറിയാൻ വേണ്ടി വന്നത്? നിന്റെ കൊല എന്തിനോടെ പ്രസവിക്കാൻ കിടക്കണ? നീ മനുഷ്യനെ പേടിപ്പിക്കാതെ പോയി കിടന്ന് ഉറങ്ങിയാണ്. കിടന്നിട്ട് ഉറക്കം വരണില്ല. ഒരു തൊട്ടിൽ എടുത്തോണ്ട് പോവാ, അതിലേക്ക് ഇറക്കട. എന്നിട്ടേ ഞാൻ തിരി നാട്ടി തരാം. അപ്പൊ നിനക്ക് ഉറക്കം വരും. ചേച്ചി ചേച്ചിയില്ല പൂച്ചി, നീ പോയാണ് മാറി പോവല്ലേച്ചി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തൊരു കാര്യം? ഇനിയൊരു സത്യം ഞാൻ പറയട്ടെ. ഞാൻ ഒരുത്തിനെ തട്ടിയിട്ടുണ്ട്. വല്ല പാറ്റയും പല്ലിയായിരിക്കും. അല്ല, മനുഷ്യനെ തന്നെ. എന്നിട്ട് പോലീസ് പൊക്കിയില്ലേ അച്ഛന്? പോലീസ് പിടിക്കാൻ ആദ്യം ബോഡി അവർക്ക് കിട്ടണ്ടേ. ബോഡി എന്തിനു ചെയ്ത്? ആ ബോഡി എവിടെയെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങളിനി ഒറ്റൂലെന്ന് എന്താ എത്ര ഉറപ്പ്? തീർച്ചയായും ഒറ്റും. ഇല്ല, അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു. ആർക്കും ബോഡി കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനൊരു മജീഷ്യനെ ഇറക്കി. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ബോഡി ഇൻവിസിബിൾ ആക്കി. ആനപ്പുളു. ഇത് പുളുവല്ല, സത്യം ഉള്ളത്. നിന്റെയൊക്കെ അമ്മയാണ് സത്യം. നീ അമ്മയെ പോയി നോക്കിയാണ് നീ പറ്റിയാന്ന്. നീ എന്താ ഈ പന്തം കണ്ട പരിച്ചഴിയ കണക്ക്? പെരിച്ചാഴികളായിരുന്നു. എന്താണ് മുഖത്തൊരു മ്ലാനത? ചന്ദ്രിമാമയെ പറ്റി? അതെ, എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും ഒരു കാര്യം പറയാനുണ്ട്. രാവിലെ ചന്ദ്രി ആറ്റില് കുളിക്കാൻ പോയിരുന്നു. കുളിക്കാൻ പോകുന്നത് നല്ല കാര്യമല്ലേ? 6 മല്യമായോ? ഈ കാര്യം നിങ്ങൾ ആരടുത്തും പറയരുത്. ഈ കുളിക്കണ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞ എന്താ കുഴപ്പം? മിക്കവാറും ചന്ദ്രിമാക്ക് ഇതൊരു കുറച്ചിലായിരിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം പുറത്തിറങ്ങ എന്റെ ജീവിതം പോവും. എന്താ ചന്ദ്രി അങ്ങനെ ഒരു വർത്താനം? നീ ആരെങ്കിലും കൊന്നിട്ടാ വന്നാ? ചെറുതായിട്ട്. എന്താ 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 ഇപ്പം പറഞ്ഞേ? കേട്ടില്ല. എല്ലാം ഞാൻ വിശദമായി പറയാം കുച്ചേട്ടാ. ഇതെന്താ ചൂട്? വെള്ളത്തിനടിയിലാരെങ്കിലും ഹീറ്റർ വെച്ചേക്കണ? അപ്പുറത്തോട്ടെങ്ങാനും പോവാ. ചൂട് എന്താ നോക്കണ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? എന്താ ചേച്ചി, കുളിക്കാൻ വന്നതാ? അല്ലടാ, നിന്റെ അച്ഛന്റെ പെൻഷൻ പൈസ വാങ്ങാൻ വന്നത്. ഞാനും കൂടെ വന്ന എന്നെയും കൂടെ കുളിപ്പിച്ചു തരുമോ ചേച്ചി? ഓടാ, നിന്റെ വീട്ടുകാരെയും കൂടെ വിളിച്ചോണ്ട് വാ. എല്ലാരും എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടേ തലയിൽ രാസ്നാദി പൊടിയും കൂടി ഇട്ടുതരാ. ഇങ്ങോട്ട് കയറി വരണത് നല്ല ഇളം കാറ്റ് വീശനല്ലേ ചേച്ചി? നീ ഏത് സാധനം വാങ്ങിച്ചടിച്ചത്? ഈ കൊട്ടം വയലത്ത് ഇളം കാറ്റ്. അങ്ങോട്ട് വാ ചേച്ചി, നമുക്ക് 1-2 പറഞ്ഞിരിക്കാ ചേച്ചി. 1-2 പറഞ്ഞിരിക്കാൻ ഞാൻ കണക്ക് ടീച്ചറാ.
ഈ സിറിഞ്ച് വിളിച്ച ഒരാളെ നോട്ട ഇട്ടാ കോഴിക്കുഞ്ഞിനെ പരുന്ത് റാഞ്ചിനൊക്കെ റാഞ്ചും. എന്താ നിന്റെ ചുണ്ടിൽ പഞ്ചസാര ഇരിക്കണം, നക്കിയെടുക്ക അങ്ങോട്ട്. ഇങ്ങോട്ട് വാടി. ചേച്ചി എവിടെ പോയി? വെള്ളത്തിൽ പോയാ ചേച്ചി? ചേച്ചി നീ പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കില്ലടോ. ഇതെന്തൊരു ചുമന്ന കളറിൽ ടൊമാറ്റോ സോസ് ആയിരിക്കണേ. ഭഗവാന് ചോര. മക്കളെ സിറിഞ്ച് വിൽസ, മാമി പോണ വഴിക്ക് ശമ്പു വാങ്ങിച്ചേരാടാ, എണീരടാ. അയ്യോ, ആരെങ്കിലും കണ്ടാന്ന് ഇതിപ്പോ എന്തിനു ചെയ്യും? ആ ചാക്കിന്റെ അകത്ത് കേറ്റ. അയ്യോ, ചത്തില്ലേ? അന്തരിച്ച് ഇല്ലല്ല. അയ്യോ, ഇത് എവിടെ കൊണ്ട് കേറ്റി ഞാൻ ഇവന്റെ. ഒരു കയ്യബദ്ധം. ഒരുത്തനെ തലക്കടിച്ച് കൊന്നിട്ട് കയ്യബത്തോന്നാ. ഇതിപ്പോ തന്നെ പോലീസിൽ അറിയിക്കണം. ചേച്ചി പറ. അതെന്ത് പോലീസിനെ അറിയിച്ച? അവന്മാര് പറയുന്നത് ശരിയല്ലേ, കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടണം, ബാക്കി കോടതി നോക്കിയോണ്ട്. എന്നാ നമ്മളെല്ലാരും കൂടെ ഒത്തനുഭവിക്കേണ്ടി വരും. അതെങ്ങനെ ഒത്തനുഭവിക്കണ? എന്റെ കയ്യിലുണ്ടായിരുന്ന ചാക്കിലെ കൊലയില്ലേ, എന്റെ കയ്യിൽ നിർബന്ധിച്ച് വാങ്ങിച്ച നിങ്ങളെ ഭാര്യയാണ് ജലജ ചേച്ചി. അതുമായിട്ട് എന്തൊരു ബന്ധം? വിൽക്കാൻ വാങ്ങിച്ച കൊലയല്ലേ ജലജ, അത് പെട്ടെന്നെടുത്തോട്. ഇവിടെ നമ്മളോട് ഒരു ബന്ധമില്ല. പറഞ്ഞൂടെ. ബന്ധമുണ്ട്. ഇവിടെ ചാക്കിലിരിക്കുന്ന കൊലയാണ് ഞാൻ അവിടെ നടത്തിയ കൊല. ഭഗവതിയെ, ജലജ പോലീസിൽ അറിയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വലിച്ച് പുളുത്തി എന്നിട്ടാ ചാക്കവിടെ. ഇത്രയും ചെറിയ ചാക്കിൽ എങ്ങനെയാണ് നീ അവനെ കുത്തിക്കയറ്റിയത്? കൈയും കാലും ഒടിച്ചൂത്തി കയറ്റി. ഓ, സ്പേസ് കൺസ്യൂമിങ്. അതെ, നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറയും. ഇനി ഒരു വഴിയേ ഉള്ളൂ, ജയിലിലേക്കുള്ള വഴി. ജംഗ്ഷനിൽ നിന്ന് ഒരു റൈറ്റ് ഒരു ലെഫ്റ്റ് എത്തി. അച്ഛാ, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പേടിയാവണം. പക്ഷെ എനിക്കിത് എന്റർടൈൻമെന്റ് ആണ്ടാ, കണ്ടി ഞാൻ ഡാൻസ് കളിക്കണത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും. നേരെ വെളുക്കന് മുമ്പേ ഈ ചാക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയണം. ഞാൻ ഇപ്പൊ നോക്കിയിട്ട് അതേ ഉള്ളൂ ഒരു മാർഗം. വന്ന് ചാക്ക് പിടിച്ചാണ് എല്ലാരും. ഓ, ആരത്? ഏതവനടാ ഈ സമയത്ത് നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്ന? No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement.